നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുമെന്ന് പ്രവർത്തിക്കട്ടെ. വാക്കുകളെ തരണം, നീ അറിവ് തരണം. നീ പറയാൻ ഉദ്ദേശിക്കുന്ന നിൻ്റെ കാര്യങ്ങൾ പറയുവാൻ അടിയനെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയനിൽ പ്രവർത്തിക്കണമേ. കർത്താവേ, ശ്രോതാക്കളായ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് നിറവുണ്ടാകണം. അവരെ നന്നായിട്ട് ദൈവവചനങ്ങൾ ശ്രവിക്കുവാനും അതവർക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുവാനും പരിശുദ്ധാത്മാവ് നിറവാൽ പൂർണ്ണമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് കയറാനും യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനും രക്ഷകനായി അംഗീകരിച്ച് വിശുദ്ധിയിലേക്ക് പ്രവേശിച്ച് നിത്യജീവനെ പ്രാപ്തരാക്കാനും അവരെ സഹായിക്കണമേ. നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുക്കുന്നത് എഫേസ്യോസ് 4-ാം അധ്യായം 30-ൻ്റെ ബി പാർട്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവാണ്, ആ ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അവൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്, വിട്ടുകളയരുത്. നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ പ്രവൃത്തികളാൽ നാം അവനെ ദുഃഖിപ്പിക്കരുത്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ദുഃഖകരമായൊരു കാര്യം നമ്മൾ ചെയ്താൽ പരിശുദ്ധാത്മാവാണ് വേദനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ യാതൊരു കാരണത്താലും വേദനിപ്പിക്കരുത്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നേതൃത്വം നൽകുന്നത്. ഏതെല്ലാം കാര്യങ്ങളാണ് നേതൃത്വം നൽകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, സകല സത്യത്തിലും വഴി നടത്തും. നമ്മളെ വിശ്വാസികളുടെ ഇടയിലെ വിശ്വാസത്തെ സംബന്ധിച്ച്, വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സഭകൾ തമ്മിൽ, സഭയിലെ ചില ഗ്രൂപ്പുകൾ തമ്മിൽ. വിശ്വാസ സത്യം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൽ സത്യം ഏതാണ് എന്നെങ്ങനെ അറിയും? സത്യം ഏതാണെന്ന് പരിശുദ്ധാത്മാവാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. സകല സത്യത്തിലും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സത്യാത്മാവ് വരുമ്പോൾ അവൻ സ്വമേധയാ അല്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ തരാമെന്ന്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കർത്താവ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അവന് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളെ അറിയിക്കും. അവൻ സ്വമേധയാ അല്ല സംസാരിക്കുന്നത്, കേൾക്കുന്നത് മാത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വേറെ വേറെ ആശയങ്ങളല്ല പറയുന്നത്, അത് കേൾക്കുന്നത് മാത്രം സംസാരിക്കുന്നു. വിശ്വാസികളുടെ നീക്കത്തെ നിയന്ത്രിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. എങ്ങോട്ടൊക്കെ പോകണം, എന്ത് പറയണം എന്നൊക്കെയുള്ളത്. പുറജാതികളോട് സുവിശേഷം അറിയിക്കണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യ കാല സഭയ്ക്ക്, അല്ലെങ്കിൽ പത്രോസ്, യാക്കോബ്, അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ നേതൃത്വം നൽകി അങ്ങനെ ഇരുന്ന കാലത്ത് അവർക്കതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. അവർക്ക് തോന്നിയില്ല പുറജാതികളോട് സുവിശേഷം അറിയിക്കണമെന്ന്. ഇസ്രായേൽ ജനത്തോട് മതിയെന്നായിരുന്നു അവർ വിചാരിച്ചത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആദ്യമേ
ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് പോകുവീനെന്നാണ്. അതുകൊണ്ടും അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, പ്രജാതികളുടെ അടുത്തേക്ക് പോകണോ വേണ്ടായോ എന്ന്. ഒരു ദർശനത്തിൽ കൂടെ പത്രോസിന് യേശു വിജാതരുടെ അടുത്തേക്ക് പോകേണ്ടതാണെന്ന് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പത്രോസ് ഒരു ദർശനം കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 19 മുതൽ 20 വരെ വാക്യങ്ങളിൽ പത്രോസ് കണ്ട ദർശനത്തെക്കുറിച്ച് പത്രോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് അർത്ഥം മനസ്സിലായില്ല. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേര് നിന്നെ അന്വേഷിക്കുന്നു, എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. കണ്ട സ്വപ്നം ഒരു തൂക്കുകെട്ട ഇങ്ങനെ വരുന്നു. അതിൽ പല വിധത്തിലുള്ള ജന്തുക്കൾ ഇഴജന്തുക്കളെല്ലാം ഉണ്ട്. പത്രോസെ എടുത്ത് ഭക്ഷിക്കുക എന്ന വചനം ഉണ്ടായത്. 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. അതങ്ങ് എടുക്കപ്പെടുകയും ചെയ്തു. പത്രോസ് പറഞ്ഞു, ഞാനൊരു യഹൂദനായിരിക്കെ അശുദ്ധമായ ഭക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നും ഞാൻ ഭക്ഷിക്കത്തില്ല. ഞാൻ യഹൂദ മതത്തിലുള്ളവനല്ലേ, അതൊന്നും എനിക്ക് പാടില്ലല്ലോ, ഞാനത് ഭക്ഷിക്കത്തില്ലെന്നൊക്കെ അങ്ങ് പറഞ്ഞു. അതെല്ലാം അങ്ങ് മുകളിലേക്ക് അങ്ങ് എടുക്കപ്പെട്ടു. അപ്പോഴാണ് പത്രോസിനോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്, ഈ താഴെ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ 3 പേരുണ്ട്, അവരുടെ കൂടെ നീ പോകണം, ഞാനാണ് അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പത്രോസ് ചെന്നു, താഴെ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു. കാര്യം മനസ്സിലായി. കൊർണോലിയോസ് എന്ന ശതാധിപൻ വിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. പത്രോസിനെ, യോപ്പായിൽ താമസിക്കുന്ന പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അവനെ വിളിച്ചുകൊണ്ട് വരണം, അവനെ വിളിച്ചുകൊണ്ട് വന്നാൽ അവന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്, അവന് രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിന്നോട് സംസാരിക്കും. രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പത്രോസ് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ട് വന്നതാണ്. പത്രോസിനപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണല്ലോ ഇവരോട് കൂടെ പോകാൻ. അങ്ങനെ പത്രോസ് പോയി അവരോട് സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ എന്തിനാണെന്നൊക്കെ ഉള്ളത് തിരക്കി. പിന്നെ പത്രോസ് അവരോട് ഈ സുവിശേഷം അറിയിച്ചു. അങ്ങനെ അനേകർ വിശ്വാസം സ്വീകരിച്ചു. അവരുടെ സ്വർഗരാജ്യത്തിൽ അവർക്ക് അവകാശികളാണെന്നുള്ള കാര്യം പത്രോസിന് ഈ ദർശനത്തിൽ കൂടെ മനസ്സിലാക്കിയത്. വിജാതരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. അതാണ് വേറൊരു പ്രത്യേകത കണ്ടത്. വിജാതരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് ആവസിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ ആവസിച്ചപ്പോൾ പത്രോസ് മനസ്സിലായി, ഇനി ഞാനാണോ എൻ്റെ ആളെ സ്നാനപ്പെടുത്തേണ്ട, വെള്ളത്തിൽ സ്നാനപ്പെടുത്തേണ്ട എന്ന് പറയാൻ ഞാനാരാണ്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. അങ്ങനെ അവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവരെ ജലത്താൽ സ്നാനപ്പെടുത്തി. അപ്പോൾ വിജാതീയരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്ന് ആ കാര്യം പത്രോസിനും അങ്ങ് മനസ്സിലായി. അങ്ങനെയാണ് വിജാതീയരെ സുവിശേഷം അറിയിക്കാനുള്ള ആദ്യത്തെ ഒരു സംരംഭം സഭയിൽ നടന്നത്. രക്ഷയ്ക്ക് യേശുക്രിസ്തുവിനെ രക്ഷകരായി വിശ്വസിക്കുക, അതാണ് അടിസ്ഥാനപരമായി വേണ്ട കാര്യം. അല്ല മറ്റു ചടങ്ങുകളൊന്നുമല്ല ഈ വേണ്ടത്. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു യഹൂദനും, ഏതൊരു ഗ്രീക്കുകാരനും, ഏതൊരു പ്രജാതിക്കാരനും അവന് രക്ഷ ലഭിക്കും. കർത്താവായ യേശു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിച്ചാൽ രക്ഷ ലഭിക്കും. അങ്ങനെയാണ് പ്രജാതികൾക്കും രക്ഷയുണ്ട് എന്ന് പത്രോസിനും കൂട്ടർക്കും മനസ്സിലാകുന്നത്. ഇന്ന് നമുക്കതറിയാം. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രത്യേക ജോലിക്കായിട്ട് ചിലരെ ദൈവം വേർതിരിക്കുന്നുണ്ട്. അങ്ങനെ വേർതിരിക്കുന്നവരെ അതിനുവേണ്ടി അയക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർണബാസിനെയും സൗളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈകൾ വെച്ച് പറഞ്ഞയച്ചു. ബാർണബാസും പൗലോസും നമുക്കറിയാം, അവർ 2 പേരും കൂടാണ് പ്രവർത്തിച്ചത്.
ജാതികളുടെ അടുത്തേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുന്നതിൽ പൗലോസ് ചെയ്ത സേവനം, അദ്ദേഹത്തിൻ്റെ കൂടെ ബാർണബാസ് ഉണ്ടായിരുന്നു. ആ വിവരം നമുക്ക് ചരിത്രത്തിൽ നിന്നും ബൈബിളിൽ നിന്നും വ്യക്തമായിട്ട് അറിയാം. അവരെ പ്രാർത്ഥിച്ച് ഉപവസിച്ചും കഴിയുമ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ദൈവം അങ്ങ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. പൗലോസിൻ്റെ കഷ്ടപ്പാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹത്തെ പോലെ തീക്ഷ്ണമായി പ്രവർത്തിച്ച ഒരു മിഷനറിയും പിന്നീട് നമ്മൾ കാണുവാൻ സാധ്യമല്ല. അത്രമാത്രം യേശുവിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് പൗലോസ്. അപ്പോൾ ഇവരെ ഇവിടെ നിന്നാൽ പോരാ, അവർ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, അവരും മറ്റൊരു ജോലിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ. അപ്പോൾ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു അവരെ അതിനുവേണ്ടി വേർതിരിച്ച് അയക്കുക. അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, കൈവെപ്പ് നടത്തി അവരെ മിഷൻ വേലയ്ക്ക് വേണ്ടി അങ്ങ് വേർതിരിച്ച് വിട്ടു. ഇനി എവിടെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അതും ദൈവമാണ് നിശ്ചയിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിശ്ചയിക്കും. അതും പ്രവർത്തന വയലുകളെ തിരഞ്ഞെടുക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ചില ഭാഗങ്ങളിൽ പ്രസംഗിക്കേണ്ടെന്നും അവിടുന്ന് നിങ്ങളങ്ങ് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ഒക്കെ പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:6-10 വാക്യങ്ങൾ, ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. ഏഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ അവിടെ സുവിശേഷം അറിയിക്കേണ്ട. പരിശുദ്ധാത്മാവ് അവരെ അങ്ങനെ നിയന്ത്രിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് പോകും. അവർ ഫ്രീജിയ, ഗലാത്യ ഈ പ്രദേശങ്ങളിലോട്ടൊക്കെ അങ്ങ് പോയി. അവിടെ പൗലോസും സീലാസുമായിരുന്നു ഉണ്ടായിരുന്നത്. ബാർണബാസ് അന്നേരം അവിടെ ഇല്ല. പൗലോസിനെയും സീലാസിനെയുമാണ് ഇങ്ങനെ ആശയിൽ പ്രസംഗിക്കേണ്ട, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു വിട്ടത്. അങ്ങനെ പോയപ്പോൾ അവർക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നു, മക്കോദോനിയായിൽ ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന്. ആ ദർശനമുണ്ടായപ്പോൾ പൗലോസും സീലാസും കൂടെ മക്കോദോനിയയിലേക്ക് പോയി. മക്കോദോനിയയിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് ഒരു ദർശനത്തിൽ കൂടി അവർ മനസ്സിലാക്കി. അങ്ങോട്ട് പോകാൻ അവർ ഉദ്യമിച്ചു. അപ്പോൾ ആരാണ് ഇവരെ നിയന്ത്രിച്ച് വിടുന്നത്? പരിശുദ്ധാത്മാവാണ്. എവിടെ പോകണം, എവിടെ പ്രസംഗിക്കേണ്ട എന്നെല്ലാം പറയുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുസരിക്കുന്നത് അത് പുത്രത്വത്തിൻ്റെ ലക്ഷണമാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെ നമ്മൾ പറയുമില്ല. വെറുതെ പറഞ്ഞാൽ പോരാ, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന്, അനുസരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ദൈവപുത്രന്മാരാണ്. റോമർ 8:14 പറയുന്നു, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയൊക്കെയാണ് നയിക്കുന്നത്? അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു. യേശു പറഞ്ഞല്ലേ, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണെന്ന്. 2 കൊരിന്ത്യർ 3:6 ഞാൻ വായിക്കാം. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ ക്രിസ്ത്യ വിശ്വാസികൾ ജീവിക്കുന്നത് ചില നിയമങ്ങൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കി, അതെല്ലാം അനുസരിക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ജീവിക്കണം. എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു എന്നുള്ള അതിപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നില്ല, നമ്മൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. നമ്മളെ ഒരു തെറ്റിൽ നിന്ന് നമുക്ക് വിടുവിക്കപ്പെടുവാൻ ശക്തി ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ആത്മനിറവിലാണ് ഇന്ന് ക്രിസ്ത്യ വിശ്വാസികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൽ വീണു പോകാതെ ദൈവം അവരെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 6:63 പറയുന്നു. 6:63 യോഹന്നാൻ സുവിശേഷം നമ്മളെല്ലാവരും അത് അറിഞ്ഞിരിക്കണം. ആത്മാവാണ് ജീവൻ നൽകുന്നത്,
ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അത് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ വിശാലമാണ്. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ആൾക്കാർക്ക് വ്യക്തമായ ചില ആശയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ വാചകം സഹായിക്കും. യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമാണ് യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യം അല്ലാതെ വേറെ ഒരു കാര്യവും പരിശുദ്ധാത്മാവിൽ നിന്ന് വരത്തില്ല. യോഹന്നാൻ സുവിശേഷം 14:17, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളോടൊത്തു വസിക്കുന്നു, നമ്മളിലായിരിക്കുകയും ചെയ്യും. ലോകം അവനെ അറിയുന്നില്ല, നമുക്ക് അവനെ അറിയാം, നമ്മളോടൊത്തു വസിക്കുകയാണ്. അത് സത്യാത്മാവാണ്. ലോകത്തിന് സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കത്തില്ല. സത്യത്തിൻ്റെ ആത്മാവല്ലേ. ചിലർക്ക് ഈ പ്രകാശം കാണുമ്പോൾ വേണ്ട, അവർ ഇരുട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ അവർക്ക് തയ്യാറല്ല. യോഹന്നാൻ സുവിശേഷം 15:26 ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന പരിശുദ്ധാത്മാവാ. അവൻ സത്യത്തിൻ്റെ ആത്മാവാ. പറഞ്ഞതൊന്നും കള്ളമല്ല, വളച്ചു കെട്ടണ്ട. പരിശുദ്ധാത്മാവ് പറഞ്ഞത് സത്യത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ സുവിശേഷം 16:13 പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സംശയങ്ങളൊന്നും വിശ്വാസങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. 1 യോഹന്നാൻ 4:6 പറയുന്നു, നാം ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. നമ്മളിങ്ങനെ ചിന്തിക്കും, സുവിശേഷം അറിയിക്കുന്നു, എന്തെല്ലാം പ്രവർത്തനം ചെയ്യുന്നു, ആരിത് ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല, ആർക്കും ഒരു മനസ്സ് തിരിവുണ്ടാകുന്നില്ല, വിശ്വാസത്തിലേക്ക് വരുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഈ വാചകം മനസ്സിലാക്കണം. അതായത് ദൈവത്തിൽ നിന്ന് അല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. അവർ ദൈവത്തിൽ നിന്നല്ല, എൻ്റെ ആടുകളിൽപ്പെട്ടവരല്ല എന്ന് യേശു പറഞ്ഞ ആശയമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം സത്യത്തിൻ്റെ ആത്മാവ് ആര് സ്വീകരിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കരസ്ഥനാണ്, ആശ്വാസപ്രദനാണ്, പാർക്കലീത്ത ആണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുക, ദൂരെ ഇരുന്ന് നമുക്കൊരു ഡയറക്ഷൻ തരികയല്ല. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മുടെ കൂടെ വസിക്കുകയാണ് പരിശുദ്ധാത്മാവ്. വസിക്കുന്നില്ലെങ്കിൽ വസിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശു കർത്താവ് തൻ്റെ മരണത്തോടടുത്ത് കർത്താവ് പോവുകയാണെന്ന് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, വിഷമിക്കണ്ട, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക്, പിതാവായ ദൈവം നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെ നമ്മളെ ഓർമ്മപ്പെടുത്തും. യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ
പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകും. യോഹന്നാന്റെ സുവിശേഷം 16:14 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ക്രിസ്തുവിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം. അയക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ, നമ്മുടെ കൂടെ വസിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടേ നമ്മളീ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് കിട്ടും. തരാമെന്ന കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ചില പുതിയ നിയമത്തിലെ ചില വ്യക്തികളെ നമുക്കൊന്ന് പേരെങ്കിലും നോക്കിപ്പോകാം. ഒന്ന് ഈ സ്നാപക യോഹന്നാനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:15 യോഹന്നാനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആ സംഭവമൊക്കെ നമുക്കറിയാം. മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ കുഞ്ഞായിട്ട് വയറ്റിൽ കിടക്കുകയാണല്ലോ. എലിസബത്ത് അമ്മയുടെ വയറ്റിൽ അവൻ കുതിച്ചു ചാടി, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് മുമ്പിലത്തെ വാചകം പറയുന്നത്, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചിലർ വിചാരിക്കും വീഞ്ഞും മദ്യമൊക്കെ ഒന്ന് ചെന്നെന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന്. അല്ല, ടെക്നിക്കലായിട്ട് ചിന്തിച്ചാലേ വീഞ്ഞും മദ്യമോ അങ്ങ് അവരുടെ ഉള്ളിലങ്ങ് നിറഞ്ഞു നിന്നാൽ പിന്നെ പരിശുദ്ധാത്മാവ് എവിടെ വന്നിരിക്കും? അത് ചിന്തിച്ചോണം. പരിശുദ്ധാത്മാവ് നിറയുവാൻ നമ്മളെ യോഗ്യരാക്കി കാത്തു സൂക്ഷിക്കണം. രണ്ടും കൂടെ ഒക്കത്തില്ല. നമ്മൾ ഉന്മത്തരാകണം. എങ്ങനെ? വീഞ്ഞു കുടിച്ചല്ല, ലഹരി പദാർത്ഥങ്ങൾ അകത്ത് എന്നിട്ടല്ല നമ്മൾ ഉന്മത്തരാകേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഉന്മത്തരാകണം. ഇവിടെ എടുത്ത് പറഞ്ഞല്ലേ, വീഞ്ഞും ലഹരി അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നതെന്നർത്ഥം. ആദ്യത്തെ വാചകം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. അവൻ വലിയവനായിരിക്കാനുള്ളൊരു കാരണം കൂടാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറയും. പിന്നെ നമ്മൾ കാണുന്നത് ഒരു 120ഓളം സഹോദരർ ഒന്നിച്ച പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു കാര്യം. അപ്പോസ്തലപ്രവൃത്തികൾ 2-4 പൊന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ 120ഓളം സഹോദരർ ഒന്നിച്ചവിടെ ഇരിക്കുക. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവർ വെറുതെ അവിടെ ഇരിക്കുമല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവ് നിറയാനുള്ള ആഗ്രഹം അവരിലുണ്ട്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. 120 പേരുണ്ടെങ്കിൽ ഒരാളെ മാറ്റി നിർത്തിച്ച് ബാക്കിയുള്ളവർക്കല്ല, എല്ലാവരിലും മേലും അവരുടെ ഐക്യവും പ്രാർത്ഥനയുടെ ഐക്യത്തിനുള്ള ആ ഇരിപ്പും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. തെളിവ്, അവർ ഭാഷണവരം അനുസരിച്ച് അവർ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് വിവിധ ഭാഷകളിൽ ഭാഷാപരത്തോടുകൂടി അവർ സംസാരിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വേറൊരു വ്യക്തിയാണ് പത്രോസ്. അപ്പോസ്തലന്മാരിൽ പ്രമുഖൻ പത്രോസ്. യോഹന്നാനും പത്രോസും കൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. പത്രോസിനെ യോഹന്നാനെ സദൂക്കായരങ്ങ് പിടികൂടി അവർ കാരാഗൃഹത്തിൽ അടച്ചു. ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ്. സന്ധ്യാകാറായതുകൊണ്ട് അന്നേരം ചോദ്യം ചെയ്യാൻ നിയമം ഇല്ല. അതുകൊണ്ട് അവർ നാളത്തേക്കാട്ടെന്ന് വിചാരിച്ച് അവരെ പിടികൂടി കാരാഗൃഹത്തിൽ അടച്ചു. അവർ പ്രസംഗിച്ച വിഷയം മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചാണ്. അത് യേശുവിൻ്റെ ഉത്ഥാനത്തെ ആധാരമാക്കി അവർ സംസാരിക്കുന്നത്. മരിച്ചവരൊക്കെ ഉദ്ധാനം ചെയ്യുമെന്നോ സ്വർഗത്തിലോട്ട് പോകുമെന്നോ ഒന്നും ഈ സദൂക്കായ വിഭാഗമോ ഒന്നും അവർക്കിതൊന്നും അറിയത്തില്ല.
യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പോലും അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, അറിയത്തുമില്ല. ഇത് യേശുവിൻ്റെ ഉയർപ്പിനെ ആധാരമാക്കി പത്രോസ് പ്രസംഗിച്ചു. പിറ്റേ ദിവസം അധികാരിയുടെ മുമ്പിൽ പത്രോസിനെയും യോഹന്നാനെയും കൊണ്ടുവന്ന് നിർത്തി. പത്രോസും യോഹന്നാനും എന്ത് അധികാരത്താലാണ് ഈ പ്രസംഗം ഇങ്ങനെ നടത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോസ്തലപ്രവൃത്തികൾ 4:8-11 വാക്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. നിങ്ങൾ വീട് പണിക്കാരാ, ദേവാലയം പണിയുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ ദേവാലയത്തിൻ്റെ അംഗങ്ങളാകിയ ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നു എന്നാണ് നിങ്ങളുടെ ചിന്ത. പക്ഷേ നിങ്ങൾ മൂലക്കല്ല് തള്ളിക്കളഞ്ഞു. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെന്തോ പണിയാണ്? ദേവാലയം പണിയുന്ന ആൾക്കാരെ യേശുക്രിസ്തുവിനെ ഇല്ലാതെ പണിതിട്ട് എന്ത് കാര്യമാണ്? നമ്മൾ ഓർക്കണം, നമ്മളും ദേവാലയം പണിയുന്നു, ഒത്തിരി ദേവാലയങ്ങൾ, ഇടവകൾ ധാരാളം ഉണ്ടാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ? യേശുക്രിസ്തുവിനെ കൂടാതെ ഒരു ദേവാലയം പണിതിട്ട് എന്ത് കാര്യം? മൂലക്കല്ലായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പണിയുകയാണ്. ആ കല്ലാണ് യേശു, ആ മൂലക്കല്ല് യേശുവാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് പത്രോസ് അവിടെ പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല. ഇത് നമ്മൾ വളരെ തീക്ഷ്ണതയോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റ് ആരിലും രക്ഷയില്ല. എവിടെങ്കിലും എങ്ങനെയെങ്കിലല്ല നല്ലവരായിട്ടൊക്കെ അങ്ങ് ജീവിച്ചാൽ അങ്ങ് സ്വർഗത്തിലോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. രക്ഷകനായ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു വഴി, സത്യം, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. അതിന് പകരം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ തിരിഞ്ഞൊക്കെ ഇരുന്ന് ആരാധന നടത്തിയാലൊന്നും കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു നന്മയും ഉണ്ടാകുന്നില്ല. യേശുക്രിസ്തുവാകുന്ന ഏകരക്ഷകനിൽ വിശ്വസിച്ച് ആ വിശ്വാസം മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മുടെ ചുമതല. അവൻ മാത്രമാണ് ഏക രക്ഷകൻ. ഏതെങ്കിലും മതത്തിൽ നിന്ന് നല്ലവരായിട്ട് ജീവിച്ചാൽ മതി എന്ന ആശയമുള്ളവരുമുണ്ട്. അങ്ങനെ ഒന്നും പോരാ. ഇവിടെ തന്നെ വരണം, യേശുവിൻ്റെ സന്നിധിയിൽ തന്നെ വരണം, അവനെ രക്ഷകനെന്ന് വിശ്വസിച്ചേറ്റ് പറയണം. ഇങ്ങനെ ധൈര്യപൂർവ്വം മറുപടി കൊടുക്കാൻ പത്രോസിന് എങ്ങനെ സാധിച്ചു? അവന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലായിരുന്നെങ്കിൽ പത്രോസിന് ഇങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവരെ മോചിതരായി, തൽക്കാലം ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് ഒത്തില്ല. അവർ മോചിതരായി സ്വസമൂഹത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാവരും ഏക മനസ്സോടെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന നിസ്സാരമായിട്ട് എടുക്കരുത്. അവിടെ ചെന്നപ്പോൾ അവരും പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കൂടെ പത്രോസ് ഇവരെല്ലാം കൂടെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:31 പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അതാണ് എൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തണം. നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് വരുന്നില്ലല്ലോ നമ്മൾ വിചാരിക്കും. തീക്ഷ്ണമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ്. അവൻ സത്യത്തിൻ്റെ ആത്മാവ്. സത്യത്തിന് വിരുദ്ധമായിട്ടൊക്കെ നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിലോട്ടൊന്ന് കയറത്തില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം. ഇനി ഇവിടെ ഈ സ്ഥലം കുലുങ്ങി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് സംഭവിച്ചത്. സ്ഥലമൊക്കെ അങ്ങ് കുലുങ്ങുക പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. നമ്മളുടെ സുവിശേഷ സംഘത്തിലെ ആൾക്കാരുണ്ട്. അവർ ദൈവവചനം പ്രസംഗിക്കണമെന്നാണല്ലോ അവരുടെ വെപ്പ്. ഇപ്പോൾ വീടുകളൊക്കെ അവർ സന്ദർശിക്കുന്നതുണ്ട്. അപ്പോൾ അവർക്ക് ദൈവവചനം സംസാരിക്കാൻ ധൈര്യം കിട്ടണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി പ്രാർത്ഥനയോടുകൂടി വേണം സുവിശേഷ സംഘത്തിലെ ആൾക്കാർ ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുവാൻ. കാരണം അപ്പോൾ അവർക്ക് സത്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വേറൊരു വ്യക്തി സ്തേഫാനോസ്. 7 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്തല്ലോ ഡീക്കന്മാർ എന്നുള്ള നിലയിൽ. അവരിൽ
ഒരാളാണ് സ്തേഫാനോസാണ് ക്രിസ്തീയ വിശ്വാസികളിൽ രക്തസാക്ഷിയായിട്ട് ആദ്യം മരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് അദ്ദേഹം സ്വതന്ത്രന്മാരുടെ സിനഗോഗിൽ നല്ലോണം അങ്ങ് പ്രസംഗിച്ചു. നല്ലോണം പ്രസംഗിക്കാൻ കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രധാന പുരോഹിതന്മാരും ആ പ്രസംഗം കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അവർ സ്തേഫാനോസിന് നേരെ കോപാക്രാന്തരായി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ അങ്ങ് സ്തേഫാനോസ് പറയുകയാണ്. അവർക്കത് പിടിച്ചില്ല, അവരുടെ കോപാക്രാന്തരായി. അപ്പോസ്തല പ്രവർത്തികൾ 7:55 പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയാണ്. നോക്കിയപ്പോൾ കണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വം, ദൈവമഹത്വം ഇങ്ങനെ ഇരിക്കുന്നു. അവൻ കണ്ടു യേശു ക്രിസ്തു പിതാവാ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അത് ദൈവദൂഷണമാണെന്നും പറഞ്ഞ് സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. യേശുവിന് വേണ്ടി അവൻ ആദ്യം രക്തസാക്ഷിയായി തീർന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വേറൊരു വ്യക്തിയാണ് ബാർണബാസ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സ്തേഫാനോസിനെ സംബന്ധിച്ച് സഭയിലെ ഒരു പീഡനമൊക്കെ ഉണ്ടായി. അവരവിടെ നിന്നൊക്കെ ഓടി പല രാജ്യങ്ങളിലോട്ടൊക്കെ ഓടിപ്പോയി. ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിലെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ വിവിധ രാജ്യങ്ങളിലോട്ട് സുവിശേഷം പ്രചരിക്കാൻ ഈ ഒരു സംഭവം കാരണമായി തീർന്നു. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അന്ത്യോക്യയിൽ ചെന്നപ്പോൾ വളരെ പേര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ജെറുസലേമിൽ നിന്ന് അവർ ബാർണബാസ് അവിടെ എത്തി അവരെ ഉപദേശിച്ചു. അവരൊത്തിരി വിശ്വാസികളായപ്പോൾ അവരെ കൂടുതലായിട്ട് പഠിപ്പിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളിനെ ബാർണബാസിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ ചെന്ന് ഉപദേശിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 11:24 പറയുന്നു, കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയും അന്ത്യോക്യയിൽ വിശ്വാസം സ്വീകരിച്ച് അവരോട് ഉപദേശിക്കുകയും ചെയ്തത്. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. ബാർണബാസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിന്നെ വിശ്വാസ സത്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. അബ്രാഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ വിശ്വാസികളുടെ പിതാവ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു മാറ്റവുമില്ല. വിശ്വാസികളുടെ പിതാവ്. വിശ്വാസത്തിൽ നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം. ബാർണബാസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. അവൻ വിശ്വാസികളുടെ വിശ്വാസം നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും എല്ലാം നല്ല മനുഷ്യൻ എന്ന് തന്നെയുമല്ല. നല്ല മനുഷ്യനെന്ന് പറയുന്നത് യേശുവിനെ ഒരിക്കലും ഒരാൾ ചെന്നിട്ട് നല്ലവനായ ഗുരു, നല്ലവൻ എന്നുള്ള വാക്ക് യേശു പറഞ്ഞു. അത് ദൈവത്തിനെ പറയുന്ന വാക്കല്ലേ? യേശു യഥാർത്ഥ ദൈവമാണ്. അയാളത് വിശ്വസിച്ച് പറഞ്ഞിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പോൾ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്താണ്? അപ്പം അത് ദൈവികമായ ഒരു സൂചനയാണത്. ദൈവത്തെയാണ് യഹൂദർ നല്ലവൻ എന്ന് പറയുന്നത്. ഇവിടെ ബാർണബാസിനെ വിശേഷിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനാണ്. പിന്നീട് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനാണ്. പൗലോസും ബാർണബാസും കൂടെ ഫാഫോസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഒരു ഉപദ്വീപാണത്. അവിടുത്തെ ഉപസ്ഥാനപതിയുണ്ട്. അദ്ദേഹത്തിന് ദൈവവചനം ശ്രമിക്കാനൊരു താല്പര്യം. കാര്യം ഇവരവിടെ ചെന്ന് പ്രസംഗിക്കുന്നു, ചില അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനും തോന്നി, എനിക്കും ഇവർ പറയുന്ന ദൈവവചനം എനിക്കൊന്ന് കേൾക്കണം. അപ്പോൾ അതിന് താല്പര്യപ്പെട്ട് അവരെ ഒന്ന് കൊട്ടാരത്തിലായിട്ട് വിളിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു അഡ്വൈസറുണ്ട്, ഒരു മാന്ത്രികനാണ്, എലിമാസ് എന്ന് പറയും. എലിമാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മാന്ത്രികൻ എന്നാണ്. എല്ലാവരും എലിമാസ് എന്നാണ് വിളിക്കുന്നത്. ആ മാന്ത്രികന് പൈശാചിക ശക്തി അവനിലുള്ളത് കൊണ്ട് ഇവർ വന്ന് പ്രസംഗിക്കുന്നതിന് ഒരു തടസ്സം അവനുണ്ടാക്കി, പോകണ്ടെന്നുള്ള രീതിയിൽ. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ
പൗലോസ് എന്നുകൂടി പേരുള്ള സാവൂളാകട്ടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ്റെ നേരെ എലിമാസിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. പൗലോസ് അവനോട് പറഞ്ഞു, നീ അന്ധനായിത്തീരും. ഉടൻ തന്നെ അന്ധകാരം അവനെ ആവരണം ചെയ്തു. പൗലോസ് എന്നുകൂടി പേരുള്ള എന്ന് സാവൂളിന് പൗലോസ് എന്നുകൂടെ പേരുണ്ടെന്നുള്ള കാര്യം ഈ 13-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് ബൈബിളിൽ എഴുതുന്നത്. ആ ഉപസ്ഥാനപതിയുടെ പേര് പാവൂളീസ് എന്നാണ്. അപ്പോൾ ആ പേരുമായിട്ട് ചേർന്ന് വരുന്നത് കൊണ്ടാണ് അത് എടുത്തെഴുതാൻ കാരണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, പൗലോസ്, ചിലർ പറയും സാവൂൾ എന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ന പേര് സ്വീകരിച്ചു എന്ന്. അങ്ങനെയല്ല നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പൗലോസ് എന്നുകൂടി പേരുള്ള സാവൂൾ എന്നാണ്. 2 പേരുമുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ സാധാരണഗതിയിൽ 2 പേര് ഉണ്ടായിരിക്കും. സാധാരണ എങ്ങനെയാണ്, ഒരാൾക്ക് ദീദിമോസ് എന്ന് വിളിക്കുന്ന തോമസ്, പത്രോസ്, ഷിമിയോൻ എന്നാണല്ലോ പേര്. അങ്ങനെ 2 പേരുകൾ സാധാരണ വിളിപ്പേരെന്ന് നമ്മളിവിടെ കേരളത്തിലൊക്കെ ഇല്ലേ, ഒന്ന് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റേത് റെക്കോർഡിലിരുന്ന പേര്. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ 2 പേരുകൾ സാധാരണ കാണും. പൗലോസിന് പൗലോസ് എന്ന് വരാൻ ഇടയായത് അദ്ദേഹം ഗ്രീസിലാണല്ലോ ജനിച്ചത്, പൗലോസ്. അങ്ങനെ അവരുടെ രീതി അനുസരിച്ചുള്ള പൗലോസ് എന്ന് പേര് സ്വീകരിച്ച് കാണും. അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പിലെ സർട്ടിഫിക്കറ്റിൽ ചിലപ്പം പൗലോസം തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നത്. സാവൂൾ എന്ന പേര് ബെഞ്ചമിൻ ഗോത്രത്തിലെ രാജാവായി തീർന്ന 1-ാമത്തെ ആളാണല്ലോ സാവൂൾ. അപ്പോൾ യഹൂദന്മാരുടെ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു പേര് സാവൂൾ എന്ന് സ്വീകരിച്ച് കാണും. അങ്ങനെ 2 പേര് വരാനാണ് സാധ്യത. ഇവിടെ നമുക്ക് അറിയേണ്ടത് അതല്ല, അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു. സുവിശേഷ വേലയ്ക്ക് തടസ്സം ഉണ്ടാക്കിയ ആളിനെ നോക്കിയിട്ട് പൗലോസ് പറയുന്നു, നീ അന്ധനായിത്തീരും. അങ്ങനെ ആയിപ്പോയി. പിന്നെ പൗലോസും ബാർണബാസും കൂടെ ഉപസ്ഥാനപതിയുടെ അവിടെ ചെന്നു, സുവിശേഷം അറിയിച്ചു. അദ്ദേഹം വിശ്വാസിയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് പൗലോസും ബാർണബാസും കൂടെ അന്ത്യോക്യയിൽ ആയിരുന്ന അവസരത്തിൽ പൗലോസിനെ ബാർണബാസാണ് അന്ത്യോക്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത്. അവർക്കെതിരായിട്ടൊരു പീഡനം അങ്ങുണ്ടായി. പീഡനം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ പുറജാതികളുടെ നാട്ടിലോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉടൻ തന്നെ കാല് പൊടിയെല്ലാം തട്ടിക്കളി. നിങ്ങളുടെ വിശ്വാസമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് സൂചിപ്പിക്കാനാണ്. യേശു ശിഷ്യന്മാരെയൊക്കെ പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കാലിൻ്റെ പൊടി അങ്ങ് തട്ടിക്കളയുകയും. സോദോം ഗൊമോറയ്ക്ക് ഉണ്ടായതിനെക്കാട്ടി വലിയ അനിഷ്ട വിധി അവരുടെ മേലുണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് അന്ത്യോക്യയിലൊക്കെ പീഡനം ഉണ്ടായപ്പോൾ അവർ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. അപ്പോസ്തലപ്രവൃത്തികൾ 13:52 പറയുന്നു, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഇവർ സ്വീകരിക്കുന്നില്ലെങ്കിലും ഇവരങ്ങ് അത് പൊടി തട്ടിക്കളഞ്ഞിട്ട് പോവുകയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും അവർ നിറഞ്ഞവരായി. ഇതാണ് നമുക്ക് വേണ്ടത്. ആനന്ദം നമ്മൾ കളയരുത്. കാര്യം അത് ദൈവത്തിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഫലമാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. പരിശുദ്ധാത്മാവ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൂമിയിൽ തിന്മ വർദ്ധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന് മാറി നിന്നു. ഉൽപ്പത്തി 6-ാം അധ്യായം 1 മുതൽ 3 വരെ മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. മനുഷ്യപുത്രനും ദൈവപുത്രന്മാരെന്നും പറയുന്ന വാക്കുകൾക്ക് പല അർത്ഥങ്ങൾ, പല വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. എങ്കിലും മനുഷ്യപുത്രിമാർ, അഴകുള്ള മനുഷ്യപുത്രിമാരെ ഭാര്യമായിട്ട് സ്വീകരിക്കാനായിട്ട് ദൈവപുത്രന്മാരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം അവരിൽ നിന്ന് മാറിപ്പോയി. ഈ ആശയം നമ്മൾ ആദ്യം മനസ്സിലാക്കാം.
അങ്ങനെ ദൈവചൈതന്യം നീങ്ങിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ. പിന്നീട് നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, സാവൂൾ ഒന്നാമത്തെ രാജാവ്, അദ്ദേഹത്തിന് രാജ്യത്തിൽ നിന്ന് ദൈവം തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ കർത്താവ് അതിനെ തീരുമാനിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തെറ്റുകളാണ് അതിന് കാരണം. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ശമൂവേൽ പ്രവാചകനോട് കർത്താവ് ആജ്ഞാപിക്കുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശമൂവേൽ ദാവീദിനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. ശമൂവേൽ റാമയിലേക്ക് പോയി. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. സാവൂളിൽ നിന്ന് ആത്മാവ് അങ്ങ് പോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. പരിശുദ്ധാത്മാവ് പോയപ്പോൾ ഒരു ദുരാത്മാവ് വന്ന് അവനിൽ പ്രവേശിച്ച് അവനെ പീഡിപ്പിച്ചു. ദാവീദ് രാജാവ് പ്രവാചകനാണല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 51:11, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവിനെ ദൈവം ചിലപ്പോൾ അങ്ങ് തിരിച്ചെടുക്കും, എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പകരപ്പെടും, നമ്മൾ മേൽ നൽകപ്പെടുമെന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. യെശയ്യാ 32:15 ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. യെശയ്യാ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ചുരുക്കം. യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു 59:21, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ്. അപ്പം നമുക്ക് പകരപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേലിൻ്റെ പ്രവചനത്തിലുമുണ്ട് 39:29 വാക്യം, ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറക്കുകയില്ല, എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം നമ്മുടെ മേൽ തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇനി ആരുടെ മേലാണ്? വലിയവരുടെ മേൽ മാത്രമാണോ? അല്ല, ചെറിയവരുടെയും വലിയവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ പകരുകയാണ്. ജോയേലിൻ്റെ പ്രവചനമുണ്ട് 2-ാം വാക്യം, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പുത്രന്മാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്താണ് ഇനി സംഭവിക്കേണ്ടത്? എല്ലാം കാണും. യുവാക്കൾക്ക് ചില ദർശനങ്ങളും ഉണ്ടാകും. സക്കറിയ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് 12-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ ദാവീദിൻ്റെ ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഈ യഹൂദന്മാർക്ക് ഒരു മാനസാന്തരം ഉണ്ടായി കർത്താവിനെ ദർശിക്കുന്നൊരു കാര്യം പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കുത്തിത്തുളച്ചവനെ അവരെ നോക്കി നിൽക്കും. സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. കുത്തിത്തുളയ്ക്കലും ഒക്കെ നേരത്തെയും കഴിഞ്ഞെങ്കിലും അവനെ ദർശിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭം യഹൂദന്മാർക്ക് ഇനിയും ഉണ്ടാകും. പ്രവചനമാണത്. ഇനി ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ക്രിസ്തുവാണ് എൻ്റെ ദാതാവ്. മത്തായിയുടെ സുവിശേഷം 3:11 പറയുന്നു, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ടുള്ള നിങ്ങളെ സ്നാനപ്പെടുത്തി. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ സ്നാനപ്പെടുത്തുന്നത്
യേശു ക്രിസ്തുവാണ്. നമുക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടും, പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്ക്, കിട്ടും. നിങ്ങൾക്ക് കൊടുക്കാൻ അറിയാമല്ലോ, പിന്നെ പിതാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ തരാതിരിക്കുമോ? കിട്ടും. ഇതാണ് തീർത്ത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കും. ലൂക്കോസ് 24:49 പറയുന്നു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ. യേശു ശിഷ്യന്മാരോട് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് പറയുകയാണ്, പിതാവിൽ നിന്നൊരു വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളിവിടെ കാത്തിരിക്കണം, നഗരത്തിൽ തന്നെ, ജെറുസലേമിൽ തന്നെ ആയിരിക്കണം. ആ ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങളിവിടെ ആയിരിക്കണം. ശക്തി ലഭിച്ചിട്ട് വേണം നിങ്ങൾ പ്രസംഗിക്കാൻ പോകാനെന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, സുവിശേഷ വേല ചെയ്യുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വേണം പ്രസംഗിക്കാൻ. എങ്കിലേ അവർക്ക് സത്യമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 7:38 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. പിന്നെ നമുക്ക് ശുശ്രൂഷയ്ക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 കർത്താവ് പറഞ്ഞൊരു വാചകമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്, അത് നമ്മൾ പ്രാപിക്കണം. ഇനി ഈ വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:39 ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആത്മാവ് കിട്ടത്തില്ലെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ആത്മാവ് നമ്മളെ നിറയും, സംസാരിക്കാൻ നമുക്ക് ശക്തി തരും. ആത്മനിറവ്, അതിനെക്കുറിച്ച് നമ്മൾ ഇച്ചിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിറഞ്ഞ് കവിയുന്ന ഒരു പാനപാത്രമാണ്. സങ്കീർത്തനം 23:5 പറയുന്നു, എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞ് ഒഴുകുന്നു. വക്കോളം പോരാ, നിറഞ്ഞ് കവിയണം. ആത്മാവിൽ പൂരിതരായിത്തീരുവാൻ പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്. എഫെസോസ് 5:18 നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അത് ദുരാശക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവീൻ. പൂർണ്ണജ്ഞാനവും ആത്മീയ നിറവും നമ്മളുണ്ടായിരിക്കണം. കൊളോസോസ് 1:9 പറയുന്നു, നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പൂർണ്ണജ്ഞാനം വേണം, ആത്മീയമായ അറിവ് അതും പൂർണ്ണമാകണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്കൊരു ആത്മീയ ദാഹം ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 42:2 പറയുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? അതാണല്ലോ നമ്മുടെ എല്ലാം ആഗ്രഹം. എപ്പോഴാണ് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ദാഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം അതാണ്. ദാഹമെന്ന് പറയുന്നത് ആഗ്രഹത്തെക്കുറിച്ചാണ്. എൻ്റെ ദൈവത്തെ നേരിട്ടൊന്ന് കാണാൻ എപ്പോഴാണ് ഒക്കുന്നത്? പൗലോസ് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കൂടെ എന്ന പോലെ കാണുന്നു, പിന്നെ നമ്മൾ നേരിട്ട് കാണും, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കാണും. അതിനുള്ള ഭാഗ്യം
നമുക്ക് തരികയാണ്. നമ്മളത് പ്രാപിച്ചെടുക്കണം. പരിശുദ്ധാത്മാവ് നിറയണം, വിശ്വാസത്തിൽ അടിയുറയ്ക്കണം. അപ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. എപ്പോഴാണത് കാണാൻ സാധിക്കുന്നതെന്ന് എൻ്റെ മനസ്സങ്ങ് പറയുകയാണ്, ദാഹിക്കുകയാണെന്ന് ചുരുക്കം. സങ്കീർത്തനം 63:1 പറയുന്നു, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഞാൻ അങ്ങയെ തേടുന്നു. തേടണം, അതൊരു കാര്യമാണ്. ചുമ്മാതങ്ങ് ഇരുന്നാൽ ഒന്ന് ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കർത്താവ് അങ്ങനെ തന്നിരിക്കും. പക്ഷെ തേടണമെന്നുള്ളത് നമ്മുടെ കടമയാണ്. ദൈവത്തെ നമ്മൾ തേടണം. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ചിലർക്ക് ദാഹം വേറെ എന്തെങ്കിലും കുടിക്കാനാ. ആ ദാഹത്തെക്കുറിച്ചല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. ആ ദാഹം നമുക്കുണ്ടായോ എന്ന് നമ്മൾ ഓർക്കണം. സങ്കീർത്തകൻ ദാവീദ് പറയുന്നത്, ഈ ഉണങ്ങി വരേണ്ട ഭൂമി വെള്ളത്തിനായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലേ ക്രിസ്തു നൽകുന്ന ഒരു ജലമാണത്. വീണ്ടും വീണ്ടും നമുക്ക് ദാഹിക്കാതിരിക്കും. അങ്ങനെയാണല്ലോ ആ സമരക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, യോഹന്നാൻ്റെ 4:14, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി തീരും. വെളിപാടിൽ ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. യോഹന്നാൻ സ്നാപകൻ ദർശനം ഉണ്ടാകുകയാണല്ലോ. ശ്രേഷ്ഠന്മാരിൽ ഒരാൾ യോഹന്നാനോട് ചോദിക്കുക, ഇവരാരാണെന്ന് അറിയാവോ? യോഹന്നാൻ അറിയത്തില്ല, ശ്രേഷ്ഠൻ തന്നെ അത് പറഞ്ഞു കൊടുത്തു. വെളിപാടിൻ്റെ 7:14, 16, 17 വാക്യങ്ങൾ. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് ആ കുഞ്ഞാട് നമ്മളെ നയിക്കും. യേശുക്രിസ്തുവാണ് കുഞ്ഞാടെന്ന് പറയുന്നത്. ഇനി അവർക്ക് ദാഹിക്കുകയൊന്നുമില്ല, വെയിലൊന്നും ഏൽക്കണ്ട. ആ ഒരു രക്ഷ പ്രാപിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആത്മാ നിറവില ഉള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എഫെസോസ് 4:30 ബി പാർട്ടാണ്, 2ാമത്തെ ഭാഗമാണ് നാം പഠിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നാം ചിന്തിച്ചു. പരിശുദ്ധാത്മാവാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത്, അവനാണ് ജീവൻ നൽകുന്നത്, അവൻ യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ ആത്മാവാണ്, കാര്യസ്ഥനാണ്, ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഏതാനും വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് പകരപ്പെടുമെന്നത് ഒരു വാഗ്ദാനമാണ്, അത് നമ്മൾ പ്രാപിക്കണം. ഇനിയും 145-ാം എപ്പിസോഡിൽ എഫെസോസ് 4:31 വാക്യം മുതൽ നമുക്ക് പഠിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, എന്നും നടത്തട്ടെ, ജീവിതാന്ത്യം വരെ നടത്തട്ടെ. അവനെ നമുക്ക് മുഖാഭിമുഖം കാണുവാനുള്ള വലിയ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന് വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.